ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ കിട്ടിയത് എന്താണ്? 4x². ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ചെയ്തപ്പോൾ 4x² പ്ലസ് എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതേ സെയിം തിങ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ രണ്ടിലും എന്താണ്? ഫ്രാക്ഷണൽ ഫോം ആണ്. അപ്പൊ ഇതിന് ഓക്കെ ആണ്. അതിവിടെ കാണിക്കാം. ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, അതാണ് നമുക്ക് സമ്മായിട്ടുള്ള പ്ലേസിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷന് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ എന്താണ് ആക്ച്വലി? -b/a. സോ -b/a എന്ന് പറയുന്നതാണ് -1/4. ഓക്കെ, c/a എന്ന് പറയുന്നത് c/a ആണ് 1/4. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? എയുടെ രണ്ട് പ്ലേസിൽ നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ a ഈസ് ഈക്വൽ ടു 4 എഴുതാം. ബിയുടെ പ്ലേസിൽ 1 ആണ്. നെഗറ്റീവ് ഇതിന്റെ കാരണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ b വിച്ച് ഈസ് ഈക്വൽ ടു 1 എഴുതാം. c വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് a എന്ന് പറയുമ്പോൾ 4x², അതായത് ax² പ്ലസ് b എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1x. അപ്പൊ നമുക്ക് 1x വിച്ച് ഈസ് ഈക്വൽ ടു 1x കിട്ടി. അതായത് bx എന്ന് പറയുമ്പോൾ 1x. പിന്നെ സിയുടെ പ്ലേസിൽ എന്താണ്? സിയുടെ പ്ലേസിൽ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ c വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഈ രണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ട് ഫോമാറ്റിൽ ചെയ്തിട്ടുണ്ട്, രണ്ട് ഇക്വേഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ ഒരു റൂള് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ആൻസർ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഈ ജനറൽ ഫോം ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇക്വേഷൻ ഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ -b/a എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ? b എന്ന് പറയുന്നത്. b/a എന്ന് പറയുമ്പോൾ സം ആണല്ലേ, അത് 1/4. ഇവിടെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം എന്താണ്? ഇതിൽ ഓൾറെഡി മൈനസ് ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? അവർ തന്നേക്കുന്നതിൽ മൈനസ് ഇല്ല. അപ്പൊ അത് ഓക്കെ. പിന്നെ നെക്സ്റ്റ് c/a എന്ന് പറയുന്നത് എന്താണ്? -1 മാത്രമേ ഉള്ളൂ. ഏതൊരു നമ്പേഴ്സ് തനിയെ തരുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? /1 ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇതിലെ എയും ഇതിലെ എയും ഇവിടെ എന്താക്കാൻ പറ്റുന്നില്ല? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. സം കേസസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇക്വേഷൻ ഫോം ചെയ്യാൻ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ b വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇവിടെ മൈനസ് വരേണ്ട സ്ഥലത്ത് എന്ത് നമുക്ക് കിട്ടിയിട്ടില്ല? ഓൺലി 1 മാത്രമേ ഉള്ളൂ വിതൗട്ട് മൈനസ്. അതൊരു കൺഫ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ എ ഫോം ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ 4 ആണ്, പക്ഷെ ഇവിടെ എന്താണ്? അത് 1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെയും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് റീസൺ. അപ്പോൾ ഓൾ കേസസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. താങ്ക് യു.